നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. കൂടാതെ നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ചില വ്യക്തികൾ കടന്നു വരുന്നുണ്ട്. ചിലപ്പോൾ പുതിയ ചില സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പങ്കാളിയെ ലഭിക്കുന്നതാവാം. അതേപോലെ തന്നെ പുതിയൊരു സ്നേഹബന്ധം ഉണ്ടാവുന്നതാവാം. എന്തായാലും ചില വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള അവസരങ്ങളും നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. അതുപോലെ ചെയ്തു തീർക്കേണ്ട പല കാര്യങ്ങളും മടി മൂലം പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വരുന്ന, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ ചെയ്യുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട്. എന്നാൽ നിങ്ങളുടെ അത്തരം മാനസികാവസ്ഥയിലേക്ക് മാറ്റങ്ങൾ വന്ന് ചേരുന്നുണ്ട്. വളരെയധികം പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഊർജ്ജസ്വലമായിട്ട് സമീപിക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ പലരും നിങ്ങൾക്ക് ചുറ്റും ഉള്ളവരുമായിട്ട് ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ വിവാഹം, സാമ്പത്തികം, റിലേഷൻഷിപ്പ് എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള മാനസിക സമ്മർദ്ദം നിങ്ങളിൽ പലരും ഇപ്പോൾ നേരിടുന്നുണ്ടാവാം. നിങ്ങൾക്ക് ചുറ്റുമുള്ള പലരും അതിൻ്റെ പേരിൽ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നുണ്ടാവാം. നെഗറ്റീവായിട്ടുള്ള പല അഭിപ്രായങ്ങളും നിങ്ങൾക്ക് കേൾക്കേണ്ടി വരുന്നുണ്ടാവാം. അപ്പോൾ ഈ ഒരു സാഹചര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്തുക എന്ന് പ്രപഞ്ചം നിങ്ങളോട് പറയുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കെതിരെ നിൽക്കുന്നവരെ എതിർത്ത് നിന്നാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനായിട്ട് കാരണമായേക്കാം. അതിനാൽ തന്നെ നിങ്ങളെ സ്വയം നിയന്ത്രിച്ച് നിർത്താനായിട്ട് ശ്രമിക്കുക. ദൈവിക ചിന്തകൾ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. മനസ്സിനെ ശാന്തമായിട്ട് വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ഇവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ചില സാഹചര്യങ്ങളെ, അതായത് നിങ്ങളുടെ മുമ്പുള്ള ജീവിതത്തിലെ ആയാലും ഇപ്പോഴത്തെ ജീവിതത്തിലായാലും നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന തരത്തിലുള്ള ചില സാഹചര്യങ്ങളെ നിങ്ങളിൽ പല ആളുകളും ഉപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ വിട്ട് കളയാനായിട്ട് തയ്യാറാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വീട് മാറുകയോ അല്ലെങ്കിൽ ചില ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയോ, അതുപോലെ നിലവിലുള്ള ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി അന്വേഷിച്ച് പോവുകയോ, അതേപോലെ ചില ഓർമ്മകളെ വിട്ടുകളയുകയോ, കൂടാതെ നിങ്ങളുടെ ശീലങ്ങൾ, പെരുമാറ്റ രീതി, അങ്ങനെ ചില കാര്യങ്ങളെ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളെ വിട്ടുകളഞ്ഞ് മുന്നോട്ട് പോകുന്ന ആളുകളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഈ ഒരു മാറ്റം നിങ്ങളെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്നായിരിക്കാം. പക്ഷേ നിങ്ങളുടെ വളർച്ചയ്ക്കും നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാവാനുമൊക്കെ ഇത്തരം മാറ്റങ്ങൾ വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഉപേക്ഷിക്കാനായിട്ട് പല ആളുകളും തയ്യാറാവുന്നതിലൂടെ നിങ്ങൾ ജീവിതത്തിൽ വളരെ ഉയർന്ന ഒരു തലത്തിലേക്ക്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലത് നൽകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് എത്തിച്ചേരുന്നത് എന്നാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അതുപോലെ തന്നെ മാറ്റത്തിൻ്റെയും പുതിയ തുടക്കങ്ങളുടെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരുപക്ഷെ വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞ ഒരു സാഹചര്യമായിരിക്കാം നിങ്ങളിൽ പലർക്കും ഇപ്പോഴുള്ളത്, അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യം നിങ്ങളിലേക്ക് വന്ന് ചേർന്നേക്കാം. എന്നാൽ ആ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കം നൽകും എന്നുള്ളതാണ് കാണുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളിൽ പലരിലേക്കും പുതിയ ചില അവസരങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളിൽ പല ആളുകളും ഒരു വിരസത, നിരാശ, കുറ്റബോധമൊക്കെ അനുഭവിക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള പല ചിന്തകളിൽ കൂടി കടന്നു പോകുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഉള്ളത്. ഒരുപക്ഷെ നിങ്ങൾക്ക് ജീവിതത്തോടുള്ള ആ ഒരു താല്പര്യം പോലും കുറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരിക്കാം ഉള്ളത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങളെ
നിങ്ങൾക്ക് തിരിച്ചറിയാനോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാനോ ഒക്കെയുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലേക്ക് വരുന്ന അത്തരം അവസരങ്ങൾ ഒരുപക്ഷെ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളിലേക്കും നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുന്നതാണ്. അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവേണ്ടതാണ് എന്ന്. കൂടാതെ നിങ്ങളൊരു യാത്ര പോകുന്ന പുതിയ എന്തൊക്കെയോ ചില കാര്യങ്ങൾ വാങ്ങിക്കുന്ന ഒക്കെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. കൂടാതെ സമൃദ്ധിയുടെയും പൂർത്തീകരണത്തിൻ്റെയും ഒക്കെ ഒരു സമയമാണ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. കൂടാതെ ഇവിടെ നിങ്ങളുടെ പരിശ്രമങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരം, പ്രശംസ ഇവയൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. നിങ്ങളിലേക്ക് വളരെയധികം സ്നേഹം വന്നു ചേരുന്നുണ്ട്. കൂടാതെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു പുരോഗതി വന്ന് ചേരുന്നതിനുള്ള പല മാർഗങ്ങളും നിങ്ങൾക്ക് മുന്നിലേക്ക് തുറക്കപ്പെടുന്നുണ്ട്. ഇവിടെ നിങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്നേഹസമ്പന്നരായ, അഭിമാനികളായ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള ആളുകളാണ് നിങ്ങൾ എന്നുള്ളതാണ് കാണുന്നത്. ഏതൊരു സാഹചര്യത്തിലും മനസ്സ് കൈവിട്ട് പോവാതെ പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളുകളാണ് നിങ്ങളിൽ പലരും. ഇവിടെ നിങ്ങളിൽ പല ആളുകളും സ്വയം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് എന്ന് കാണുന്നുണ്ട്. പല കാര്യങ്ങളിലുമുള്ള നിങ്ങളുടെ വിശ്വാസം വർദ്ധിച്ചു വരുന്നുണ്ട്. നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ബുദ്ധി, കഴിവ് ഇവയൊക്കെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള ചില പദ്ധതികൾക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. വളരെയധികം ദൈവാനുഗ്രഹമുള്ള വ്യക്തികളാണ് നിങ്ങളെന്ന് കാണുന്നുണ്ട്. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റും നിലകൊള്ളുന്നുണ്ട്. അതിനാൽ തന്നെ എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും, ഏതൊരു ദുഷ്കരമായിട്ടുള്ള സാഹചര്യത്തിൽ നിന്നും ആ ഒരു ശക്തി നിങ്ങൾക്ക് സംരക്ഷണം നൽകും എന്ന് തന്നെ വിശ്വസിക്കുക. ജോലി, സാമ്പത്തികം എന്നിവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ളവർക്ക് വേണ്ട ഉപദേശങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ, അറിവ് ഇവയൊക്കെ നൽകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമെന്നും കാണുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഒരു മാറ്റം, ഒരു പുതിയ തുടക്കമാണ് ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ ഇന്നത്തെ സന്ദേശം ഇതായിരുന്നു. ഇതിൽ നിന്നും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മാച്ചായിട്ട് വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.